നമസ്കാരം. കൈരളി ടിവിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. മലയാളത്തിന്റെ എക്കാലത്തെയും ക്ലാസിക് ചിത്രം ഒരു വടക്കൻ വീരഗാഥ റീ റിലീസിന് ഒരുങ്ങുകയാണ് 35 വർഷങ്ങൾക്ക് ശേഷം. എന്നോടൊപ്പം ചിത്രത്തിന്റെ വിശേഷങ്ങൾ പറയാൻ ഏറ്റവും ആപ്റ്റാണെന്ന് കരുതുന്ന കുറച്ചു പേരാണ് ചേരുന്നത്. സ്വാഗതം വിനീത്, ജോമോൾ, ബിയോൺ, ആര്യ. സ്വാഗതം. താങ്ക് യു. എന്റെ അമ്മയെ എത്ര ഡീസന്റ് കുട്ടികളായിട്ടായിരിക്കുന്നത്. ഇതിനു മുമ്പേ അല്ല, ഞാൻ പറയായിരുന്നു ഇരിക്കുന്ന കണ്ടാൽ ഒരു പാവം പോലെ. ഇതിനു മുമ്പേ ഉള്ള ഇന്റർവ്യൂ അലമ്പ് പിള്ളേര് ഇവരുടെ പിള്ളേർ അലമ്പാനായി. അലമ്പ് പിള്ളേർ. ശരിക്കും ഹരിഹരൻ സാറിനെ കുറിച്ച് നമ്മൾ ഏറ്റവും കേട്ടുള്ളത് സാറ് കുറച്ച് ചൂടനാണ്, അങ്ങനെയൊക്കെയാണ്. MD സാറാണെങ്കിൽ അധികം സംസാരിക്കാത്തതാണ്. ഈ ചട്ടമ്പികൾ എങ്ങനെയാണെന്ന് മേയിച്ചത്? സാറ് ചൂടനാണെന്ന എങ്ങനെയാ നിങ്ങൾക്ക് മനസ്സിലായത്? എല്ലാരും പൊതുവെ അല്ല, അത് എനിക്കൊന്ന് എല്ലാവരും ജോമോൾക്കാണ് ഏറ്റവും നന്നായിട്ട് പറയുന്നത്. നമ്മുടെ കൂടെ വൈബ് ചെയ്യുന്ന ഒരു ലെവലും ഉണ്ട്, മറ്റൊരു ലെവലും ഉണ്ട്. അതുകൊണ്ടാണല്ലോ നമുക്കൊക്കെ ഇത്രയും നന്നായിട്ട് അതിനകത്ത് നിങ്ങൾ പെർഫോം ചെയ്തു എന്ന് പറയാൻ പറ്റുന്നത് ഓൺലി ബിക്കോസ് ഓഫ് യു. ആ സാറ് പറയുന്നു, നമ്മൾ അഭിനയിക്കുന്നു, അത്രയേ ഉള്ളൂ. ഞങ്ങൾക്ക് വേറെ ഒരു എനിക്ക് പ്രത്യേകിച്ച് വേറെ ഒരു ഇൻപുട്ടും അതിനകത്തില്ല. അങ്ങോട്ട് നോക്കും, ഇങ്ങോട്ട് നോക്കും, ഇവിടെ ചിരിക്കും, അവിടെ വഴക്കിടും, അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ചെയ്യും. അല്ലാതെ വേറെ പ്രത്യേകിച്ച് അങ്കിൾ അങ്ങനെ നമ്മളെ വഴക്ക് പറഞ്ഞായിട്ടൊന്നും എനിക്ക് ഓർമ്മയില്ല. ഇല്ല ഇല്ല, ഒരിക്കലും ഇല്ല. ഇതില് ഞാനിങ്ങനെ പല ഇന്റർവ്യൂസ്, ഞാൻ കുറെ ക്വസ്റ്റ്യൻസ് എഴുതിക്കൊണ്ടെങ്കിലും ഇവരുടെ ഇന്റർവ്യൂസ് കേട്ടിരുന്നപ്പോ എനിക്ക് തോന്നിയത് ഇതിനകത്ത് ഏറ്റവും ചട്ടമ്പിയായിരുന്നു അല്ലേ? നമ്മള് കഴിഞ്ഞ ഇന്റർവ്യൂല് ഞങ്ങള് തന്നെ അവസാനിപ്പിച്ചായിരുന്നു ഇനി റോസ്റ്റിംഗ് ഇല്ല എന്നുള്ളത്. പക്ഷെ കാരണം കൈരളിയുടെ ഞാൻ ഇന്നലെ ഇപ്പം ഈ വിനീതിന്റെ ഒക്കെ ഇന്റർവ്യൂസ് ഇങ്ങനെ നോക്കുന്ന സമയത്ത് എന്നോട് ട്രിവാൻഡ്രത്തുനിന്ന് വിളിച്ചു പറഞ്ഞു, ജോമോളുടെ ഒരു ഇന്റർവ്യൂ ബ്രിട്ടാസ് സാർ ചെയ്തൊരു ഇന്റർവ്യൂവിൽ വിനീത് വന്ന് പറയുന്നുണ്ട് ഇദ്ദേഹത്തിനെ കെട്ടി ജീവിതം അല്ലേ, ആ ഒരു പേടിയുണ്ട്. എന്തായിരുന്നു ആ സംഭവം? ജോമോളിനെ കുറിച്ചിട്ട് പറയുമ്പോൾ എൻ്റെ ഓർമ്മയിൽ ആദ്യം എനിക്ക് ഫസ്റ്റ് ഇന്റർവ്യൂ ഞങ്ങളുടെ ഷൂട്ടിനും എത്രയോ മുമ്പ് വടക്കൻ വീരാത എന്നുള്ള സിനിമ പോലും അറിയാതെ KTCയുടെ ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസിന്റെ ഭാഗമായിട്ട് ഒരു സിനിമയുടെ ഇന്റർവ്യൂ ഉണ്ട്. കാസ്റ്റിംഗ് അന്ന് പിന്നെ ഈ കാസ്റ്റിംഗ് കോളൊന്നുമില്ല, അത് ഓരോരുത്തർ ആ സിനിമയുമായി ബന്ധമുള്ള ആളുകൾ കോർഡിനേറ്റ് ചെയ്യുന്ന കുട്ടികളാണ്. അപ്പം അങ്ങനെ വിളിച്ചിട്ട് ഞാൻ ചെല്ലുന്നതാണ്. അപ്പം അതിനു മുമ്പ് ഞാൻ യുവജനോത്സവത്തിൽ ഡാൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ എവിടെയോ പെർഫോം ചെയ്തപ്പോൾ PVG സാർ അവിടെ അദ്ദേഹം കാണാനുണ്ടായിരുന്നു. അങ്ങനെയാണ് അച്ഛനോട് പറയുന്നത് ഇങ്ങനെ ഒരു പരിപാടിയുണ്ട്. അപ്പം അങ്ങനെയാണ് അത് പോകുന്നത്. അന്ന് ഞാൻ സിനിമയിൽ അഭിനയിച്ച് തുടങ്ങിയിട്ടില്ല കേട്ടോ. ഞാൻ അഭിനയിച്ച് തുടങ്ങിയില്ല എന്ന് പറയാൻ കാരണം വടക്കൻ വീരാതയുടെ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ 3 സിനിമ അഭിനയിച്ചു. മുദ്ര എന്ന് പറയുന്ന സിനിമയാണ് ആദ്യമായിട്ട് എൻ്റെ മുഖം ഞാൻ സ്ക്രീനിൽ കാണുന്നത്. പിന്നെ പഠിപ്പുര എന്ന് പറഞ്ഞ PN മേനോൻ സാർ ഡയറക്ടർ, അതാണ് ഞാൻ ആദ്യമായിട്ട് സെറ്റിൽ ചെല്ലുന്നത്. പിന്നെ അനഘ എന്ന് പറഞ്ഞൊരു സിനിമ. അപ്പോൾ ആ ഇന്റർവ്യൂവിന് അവിടെ ഞാൻ ചെന്ന് ബാക്കി കുട്ടികളുടെ കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഈ സ്റ്റേറ്റ് സിലബസിലുള്ള ഒരു സാധാരണ ഒന്നാമത് ഞാൻ ഇൻട്രോവേർട്ട് അല്ല, അതെ. പക്ഷെ ഞാൻ ഈ ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഞാൻ അഭിനയിച്ചിട്ടില്ല. ഇല്ല, ഞാൻ യുവജനോത്സവത്തിലൊക്കെ ഉണ്ട്, ഡാൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ അച്ഛൻ്റെ കൂടെ ഒതുങ്ങി മിണ്ടാതിരിക്കുക. അപ്പോഴാണ് ഒരാൾ സ്കൂട്ടറിൽ ഇങ്ങനെ വന്ന് ഇറങ്ങുന്നു, സൈഡിലൊരു ബാഗ് വന്ന്, ഭയങ്കര വൈബ്രന്റ് ആണ് ജോ അന്ന്. അപ്പൊ ആ ഒരു ഇതില് സത്യത്തിൽ ഞാൻ പേടിച്ചു ആദ്യമേ. ഒന്ന് സൂക്ഷിക്കേണ്ട ആളാണ് എന്നുള്ളൊരു തോന്നൽ അവിടെ ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂവിന് ഞാൻ കയറി. ഇന്റർവ്യൂവിന് കയറിയപ്പോൾ MD സാറും ഹരിഹരൻ സാറും ഇരിക്കുന്നുണ്ട്. അപ്പോൾ മോൻ എന്താ ചെയ്യാന്ന് ചോദിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഡാൻസ് ചെയ്യാൻ അറിയും, വേറെ എന്തെങ്കിലും പ്രസംഗിക്കാൻ അറിയും, ഇല്ല. മോണാക്ട് ചെയ്യാൻ അറിയും, ഇല്ല. മിമിക്രി അറിയും, ഇല്ല. എന്നാൽ ശരി മോനെ ഒരു ഫോട്ടോ എടുത്തിട്ട് പോയിക്കോളും. അപ്പോൾ തന്നെ ഞാൻ ഇന്റർവ്യൂന്ന് ഔട്ടാണ്. പിന്നെ അവിടെ ഒന്നും ഞാൻ പെർഫോം ചെയ്തിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ അച്ഛൻ ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു പക്ഷെ ഞാൻ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള അവസ്ഥയിൽ നിൽക്കുകയാണ്. കാരണം അത് മേ ബി ഒരു ഗസ്റ്റ് ഹൗസിലായിരുന്നു. ജോമോളെ കണ്ടിട്ടല്ല ഞാൻ പറഞ്ഞത്. മൊത്തം എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അത്രയും ഇൻട്രോവേർട്ട് ആയിട്ട് നിൽക്കുന്ന ഒരു കുട്ടിയായതുകൊണ്ട് നമ്മൾ ഈ അത്രയും ക്രൗഡിനെയും അങ്ങനെയൊന്നും ഫേസ് ചെയ്തിട്ട് എനിക്ക് ശീലമില്ല. ഞാൻ പക്ക നിങ്ങളുടെ സങ്കല്പത്തിലില്ലാത്ത അത്രയും റിമോട്ടായിട്ടുള്ള ഒരു വില്ലേജിൽ നിന്നാണ് ഞാൻ വരുന്നത് എൻ്റെ ആ പ്രായത്തിൽ. അപ്പോൾ ഞാൻ ഗ്രൂപ്പ് ഐറ്റംസ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കറിയില്ല സിനിമ എന്താണെന്ന് അറിയില്ല, എനിക്കൊന്നും അറിയില്ല. അച്ഛൻ ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ക്യാമറ ഫേസ് ചെയ്തിട്ടുള്ള ശീലമുണ്ട്, അതല്ലാതെ വേറെ ഒന്നും അറിയില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ ഈ ലൊക്കേഷനിലേക്ക്. അപ്പോൾ അഭിനയിക്കാൻ ഞാൻ അതിന് മുമ്പ്, എനിക്ക് വടക്കൻ വീരാതയ്ക്ക് മുമ്പ് തന്നെ എനിക്ക് ചില ഓഫേഴ്സ് വന്നു. ഞാൻ അങ്ങനെ അഭിനയിച്ചു തുടങ്ങി. അങ്ങനെ ഞാൻ രണ്ടാമത് ഞാൻ ചെല്ലുന്ന ഒരു സെറ്റാണ് അനഘ എന്ന് പറയുന്ന ഒരു സിനിമ. അത് ഹരിഹരൻ സാറിൻ്റെ അസോസിയേറ്റ് ആയിട്ടുള്ള ബാബു PRS ബാബു എന്ന് അദ്ദേഹമാണ് അത് ഡയറക്റ്റ് ചെയ്തത്.
അപ്പൊ അതിനകത്ത് ഞാൻ ചെല്ലുമ്പോ വീണ്ടും അതാ ജോമോൾ അവിടെ. ഞാൻ ദൈവമേ, ആ ഇന്റർവ്യൂ അപ്പൊ ഞാൻ ഓക്കെ, എനിക്ക് ഈ പറയുന്ന പോലെ നമുക്ക് ആ ഒരു ഇൻഹിബിഷനേ ഉള്ളൂ, അതായത് ഇങ്ങനെയുള്ള ഒരാളുടെ അടുത്ത് സംസാരിക്കാനൊക്കെയുള്ള പേടിയേ ഉള്ളൂ. പക്ഷെ അതല്ല, ആള് റിയൽ ടെററാന്നുള്ളത് ഷൂട്ട് തുടങ്ങിയപ്പോ മനസ്സിലായി. കാരണം നമ്മളൊക്കെ ക്യാമറ മുമ്പിൽ ഇങ്ങനെ പേടിച്ച് നിന്നിട്ട് ഓക്കെ ഡയറക്ടർ പറയുന്നത് ചെയ്യുക. അപ്പൊ നോക്കുമ്പോ ഇവിടെ ഒരാൾ ഡിമാൻഡ് ചെയ്യാണ്, മനസ്സിലായില്ലേ? അങ്കിൾ എനിക്ക് ഡയറി മിൽക്ക്, അന്ന് എന്തോ ചോക്ലേറ്റ് ഡയറി മിൽക്ക് ആണ്, അങ്ങനെ ഡയറി മിൽക്ക് എന്തോ ഒരു ചോക്ലേറ്റിന്റെ പേര് പറയുന്നു, എന്നിട്ട് ഷൂട്ട് മതി എന്നൊക്കെ. അതായത് ജോമോട് ഡിമാൻഡ് ചെയ്യും എന്താണ് എപ്പോഴാണ് ഷൂട്ട്, ആ ലൈനായിരുന്നു. അപ്പൊ ഞാൻ ഓക്കെ ശരിക്കും ഇത്രയ്ക്ക് പ്രശ്നം ഉണ്ടായിരുന്നു അല്ലേ? കഴിഞ്ഞിട്ട് ഞാൻ ആക്ച്വലി വടക്കൻ വിരാതയിലേക്ക് കാസ്റ്റിംഗ് തുടങ്ങി. അപ്പൊ അത് ഐ മീൻ സെലക്ട് ആയി എന്ന് പറഞ്ഞിട്ട് കോൾ വരുന്നു. അപ്പൊ സെലക്ട് ആയി എന്ന് പറയുമ്പോഴും നമുക്കറിയില്ല വടക്കൻ വിരാതയിൽ എന്താ ക്യാരക്ടർ. അപ്പൊ അച്ഛൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ചന്തുവിന്റെ കുട്ടിക്കാലാണെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ആ കുട്ടി പ്രായത്തിൽ എനിക്ക് അറിയില്ല ആരാണ് ചന്തു എന്നൊന്നും അറിയില്ല. അപ്പൊ അച്ഛൻ പറഞ്ഞു തന്ന ചെറിയ അറിവൊക്കെ ഉള്ളൂ. പക്ഷെ ചന്തു ആണ് അതിൽ ഹീറോ എന്ന് മനസ്സിലായി അവിടെ എത്തിയപ്പോൾ. അപ്പൊ ഞാൻ ഹീറോയുടെ കുട്ടിക്കാലാണെന്നാണ്. അപ്പൊ നോക്കുമ്പോൾ അവിടെ ഒരുപാട് കുട്ടികളുണ്ട്, ഒരു 100-200ഓളം കുട്ടികളുണ്ട് ആ സെറ്റിൽ. അപ്പൊ ഞാൻ രാത്രി കഴിക്കാൻ ഇങ്ങനെ ഇരുന്നിട്ട് ഞങ്ങൾക്ക് വലിയ സദ്യ പോലെയായിരുന്നു ഫുഡ് തന്നിട്ടുണ്ട് ഗുരുവായൂർ. വലിയ അവിടെ കല്യാണം നടക്കുന്ന ഹാളില് ഇതിട്ടിട്ട് എനിക്കത് ഓർമ്മയുണ്ട്. അപ്പൊ അങ്ങനെയാണ് കുട്ടികളും പാരന്റ്സും ജൂനിയർ ആർട്ടിസ്റ്റ് ഒത്തിരി. അപ്പൊ ഇവരെല്ലാം, അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ കല്യാണത്തിന് സദ്യ. അപ്പൊ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ അടുത്ത് ഇരിക്കുന്ന കുട്ടിയുടെ അടുത്ത് അവർക്ക് വേണ്ടെന്ന് വന്നാണ്. അപ്പൊ ഞാൻ ചോദിച്ചു എന്തായിട്ട് അഭിനയിക്കുന്നത്? ചന്തുവായിട്ടോ. തീരുമാനിച്ചു. അങ്ങനെ ഞാൻ അന്ന് അവിടുന്ന് പരിചയപ്പെട്ട ഒരു 4 കുട്ടികളും പറഞ്ഞത് ചന്തു. അപ്പൊ എല്ലാവരും അങ്ങനെയാണ് വിളിച്ചിരിക്കുന്നത്, മനസ്സിലായോ? വടക്കൻകാരായി വരണം, ചന്തുവായിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പൊ അതിലൊരാളാണ് ഞാനും. അപ്പൊ ഞാൻ തിരിച്ച് റൂമിലെത്തിയപ്പോ അച്ഛൻ എന്നോട് ഇങ്ങനെ ചോദിച്ചു എന്താ നിന്റെ റോൾ ആരെങ്കിലും പറഞ്ഞോ? അപ്പൊ ഞാൻ പറഞ്ഞു ചന്തു എന്നല്ലേ പറഞ്ഞേ എന്ന് പറഞ്ഞു. എനിക്ക് മടിയായിരുന്നു പറയാൻ. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് സെറ്റിലേക്ക് ചെല്ലണം. അപ്പൊ അതിന് മുമ്പ് ഞങ്ങൾക്ക് വേറെ സെഷൻ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഫസ്റ്റ് എൻ്റെ സീൻ എടുത്തു കഴിയുമ്പോഴാണ് എനിക്ക് മനസ്സിലായി ഞാനാണ് ചന്തു. അത് കഴിഞ്ഞ് പിറ്റേന്ന് ആണ് അടുത്ത ദിവസത്തെ സീനിലാണ് ഞാനും ജോമോളൊക്കെ കാണുന്ന സീൻ. ഇവര് പുത്തൂരം വീട്ടിലേക്ക് എന്നെ കൊണ്ടുവരുന്നു, അവിടുന്ന് ഇറങ്ങി വരുന്നു റോഷനും ജോമോളും. അപ്പോൾ ഇവരുടെ തമ്മിലുള്ള അതും ഞാൻ ഓക്കെ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കല്യാണം എടുക്കുന്നു. അപ്പോഴാണ് ഞാൻ എൻ്റെ സൈഡിൽ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നത് ജോമോള്. ഞാൻ ഞെട്ടി. അപ്പൊ നമുക്ക് ഈ ചൈൽഡ്ഹുഡിൽ നമുക്കൊരു ചെറിയൊരു ക്രഷും ഒരു ഇഷ്ടമൊക്കെ തോന്നും. എനിക്ക് തോന്നിയ ആര്യയുടെ അടുത്തായിരുന്നു. കാരണം ആര്യ ഭയങ്കര സോഫ്റ്റും ഭയങ്കര എന്താ പറയുക, നമുക്ക് ആരോടും അധികം വഴക്കില്ല, ഒന്നുമില്ല. ഞാൻ നോക്കിയപ്പോ അത് കഥ ഇങ്ങനെ ആയതുകൊണ്ടാണല്ലോ വടക്കം പാട്ടിലുള്ള ഒരു തെറ്റായിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നത്. ഞാനത് അപ്പൊ പിന്നെ അവിടെ ഇരുന്നേ പറ്റുള്ളൂ. ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ താലി കെട്ടുന്ന സീൻ വന്നപ്പോ എനിക്കാണെങ്കിൽ കുട്ടിക്കാലത്ത് നമുക്ക് ഈ താലി കെട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കല്യാണം കഴിഞ്ഞു എന്നാണ് എന്റെ ധാരണ. ഇത് ഇങ്ങനെ കൊണ്ടുപോയിട്ട് കെട്ടാൻ പറയുന്നു. അപ്പൊ ഞാൻ കെട്ടിക്കോ. അപ്പൊ അവിടെ ഇങ്ങനെ ഞാൻ എത്തിയപ്പോ ഭാഗ്യത്തിന് അത് സുകുമാരി അമ്മയാണ് ബാക്കിൽ കെട്ടിയത്. അപ്പൊ സമാധാനം. പക്ഷെ അപ്പൊ എന്റെ ഡൗട്ട് എന്ന് വെച്ചാൽ ക്യാമറ ഇവിടെ ഉണ്ട്, അപ്പൊ അതിന് ഞാൻ കെട്ടുന്ന പോലെ തോന്നും. സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ ഫ്രണ്ട്സ് എല്ലാരും കല്യാണം കഴിഞ്ഞു, അതും കഴിച്ചതാരാ? ഹാപ്പി ആയനെ. അങ്ങനെ കെട്ടതാണ് അന്ന്. പക്ഷേ ഞാനിത് കൊറേ അടുത്ത് ഈ പേടിനെ കുറിച്ച് പക്ഷെ ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ രണ്ടുപേരുടെ പറയാൻ പറ്റിയത്. സന്തോഷം. അതെ, 35 വർഷങ്ങൾക്ക് ശേഷം 35 വർഷം കാത്തിക്കേണ്ടി വന്നു ഒരു ക്രഷ് പറയാൻ. അരി ഒറ്റക്കാണോ ഹസ്ബൻഡോ? ഇല്ല കൊടുക്കാറുണ്ട്. അല്ല ശരിക്കും ഇതൊക്കെ വിനിയെന്ന് പറയുമ്പോഴും ഞാൻ ഇന്നലെ ആ സിനിമ വീണ്ടും വീണ്ടും കണ്ടു നോക്കി. ഒരു പേടി ആ മുഖത്ത് ഞാൻ കണ്ടില്ല. എന്താ സന്തോഷം. എന്നൊക്കെ ഇപ്പൊ പറഞ്ഞോ, ഇപ്പൊ നമ്മളോട് പേടിയാന്നൊക്കെ പറയുന്നു. എങ്കിലും നിങ്ങളുടെയൊക്കെ ജീവിതത്തിലെ അഭിനയ ജീവിതത്തിലെ ഒരു മൈൽ സ്റ്റോൺ എന്ന് തന്നെ നമുക്കൊരു വടക്കൻ വീരാതെ പറയാൻ പറ്റില്ല. തീർച്ചയായും. പിന്നെ അത് എന്താ പറയുക, നമ്മളൊരു ക്ലാസിക്കിന്റെ ഭാഗമായി എന്നുള്ളത് ആ പ്രായത്തിൽ നമുക്ക് അറിയില്ലല്ലോ. ഇന്ന് നമുക്കറിയാം എന്താണ് വടക്കൻ വീരാതെ. നമ്മുടെ ഇപ്പോഴും നമ്മുടെ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത് വടക്കൻ വീരഗാഥയാണ്. നമ്മൾ അത് കഴിഞ്ഞിട്ടാണ് ഏത് സിനിമയും വടക്കൻ വീരഗാഥ. അതിൻ്റെ അകത്ത് ഒരു മിനിസ്ക്യൂളാണ് നമ്മൾ. പക്ഷെ എന്നാലും നമ്മൾ പറയുന്നതിന്റെ ഫസ്റ്റ്, നമ്മൾ അഭിനയിച്ച പടങ്ങളുടെ ഫസ്റ്റ് പേര് പറയുന്നത് വടക്കൻ വീരഗാഥ. വി ആർ നോൺ ബൈ ദാറ്റ് നെയിം.
എല്ലാരും ഈ ടെറർന്ന് വിളിക്കുന്നു. ജോമോളെ കുറിച്ച് ഇപ്പൊ കഴിഞ്ഞ എനിക്ക് തൊട്ട് മുന്നത്തെ ഇന്റർവ്യൂ നമ്മുടെ അമ്പിളി ഇരുന്നപ്പോ അല്ലെ അന്നേരവും കുറെ കഥകൾ പറയുന്നു. ശരിക്കും അത്രയ്ക്കുള്ള എനിക്ക് സത്യമായിട്ട് അറിയില്ല കേട്ടോ. പക്ഷെ ഞങ്ങൾ അടി ഉണ്ടാക്കുന്ന എനിക്ക് നല്ല അടി ഉണ്ടായിരുന്നോ? അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് തമ്മില് ഭീഷണിപ്പെടുത്തലൊക്കെ ആയിരിക്കും. അങ്ങനെ അതെ, ഞാനായിട്ടൊന്നും പറയാൻ പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും പുള്ളി അതന്നെ. ഓ മൈ ഗോഡ്. അല്ല ഇവര് തമ്മിൽ അടി കൂടുന്നുണ്ട്. ഞാൻ ഏതായാലും സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് കാശ് കളയുന്നില്ല. സ്വന്തമായിട്ട് തന്നെ തെറാപ്പി ഒക്കെ ചെയ്താൽ മതി. അല്ല ഞങ്ങൾ പറയുന്നത് ഇവരുടെ ഗ്യാങ്ങിൽ എല്ലാവരും ഉണ്ട്. ഓൺടർപ്രണർ ഉണ്ട്, നടിയുണ്ട്, സംവിധായകനുണ്ട്, ഡോക്ടർ ഉണ്ട്, വക്കീലുണ്ട്. അമ്പിളി വക്കീലാണ്, പിന്നെ സൈക്കാട്രി ഉണ്ട്. എന്ത് വേണേലും ഇവർക്ക് ഈ ഗ്യാങ്ങിൽ ഞങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാം. അത് ചെയ്യും. അപ്പം അന്നത്തെ കാര്യം പറയാം, എന്ത് നീ പാവം പയ്യനോട് ഇത്രയും പാവം പയ്യനോട് അല്ല എന്നോട് മാത്രം എല്ലാരോടും. ഓർമ്മയുണ്ടോ? അല്ല ഐ ഡോണ്ട് റിമെമ്പർ. ബിയോണിന്റെ അടുത്ത് അത്ര അടിയില്ല തോന്നുന്നു. ബിയോൺ കുറച്ചുകൂടി ചെറുതല്ലേ, നമ്മുടെ അടുത്താണ് കുറെ കൂടി കാണിച്ചിരുന്നത്. അന്ന് ബിയോണ്ട് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അത് ഭയങ്കര പാവമായിരുന്നു. പിന്നെന്താണ്, ബിയോണും ബിയോണ്ട് അച്ഛൻ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഭയങ്കര രസമായിരുന്നു. ഇവര് തിരിച്ചു പറയും. ആ ഒരു കാര്യം പറയുന്നത് മറിച്ച് അങ്ങനെ പറയില്ല, അങ്ങനെ എന്തോ തിരിച്ചു പറയും. എന്താ എനിക്ക് ഓർമ്മയില്ലാത്ത യെസ് യെസ്. എന്തുകൊണ്ടാണ് ബിയോണ് അന്ന് ജോന്റെ ഓപ്പോസിറ്റ് കട്ടക്ക് നിൽക്കാൻ പറ്റിയ ഒരുത്തനായിരുന്നു. അപ്പൊ അങ്ങോട്ട് അടുക്കൂലായിരുന്നു. ഇവര് തമ്മിലായിരുന്നു വഴക്ക്. ആളായിരുന്നു. നീ ഒന്നും അറിയുന്നില്ല. എനിക്ക് നിനക്ക് ഓർമ്മയുണ്ടായിരുന്നു ഈ കഥയൊന്നും ഇല്ലല്ലോ. ഇപ്പൊ എല്ലാവരും എനിക്ക് എന്നെ കുറിച്ച് ഓർമ്മയില്ല. ബുദ്ധിപരമായിട്ട് ഓർമ്മയില്ല എന്ന് നടിക്കുന്നതാണ്. അല്ല ബിയോൺ കുറച്ച് ക്വയറ്റ് ആയിരുന്നു. ഇവര് തമ്മിലായിരുന്നു വഴക്ക്. പിന്നെ എനിക്ക് പേടിയോടെ ഞാൻ അവിടുന്ന് ഒഴിഞ്ഞു മാറും. എങ്ങനെയായിരുന്നു വഴക്ക്? അല്ല എനിക്ക് പേടിയായിരുന്നു. അപ്പൊ ഞാൻ തന്നെ എനിക്ക് ഭയങ്കര പേടി. റീസെന്റ് ആയിട്ടൊന്ന് വെളിപ്പെടുത്തല്ലോ. അതൊരു ശമ്പളി ഈ കേസ് എടുത്തിട്ടുണ്ട്. നടന്ന അല്ല ഉപദ്രവല്ല, ജോമോൾ ഒന്ന് ഭയങ്കര ഓവർ സ്പോട്ടായിരുന്നു. അപ്പൊ വിനീതേട്ടൻ പറഞ്ഞില്ലേ, നമുക്ക് കാണുമ്പോഴേ ഒരു ഇതൊരു വേറൊരു ടൈപ്പാണല്ലോ നമുക്ക് തോന്നില്ലേ. അതുകൊണ്ട് ഞാൻ കൂട്ടുകൂടാനും പോയിട്ടില്ല. ഇനി ഇവര് തമ്മിൽ വഴക്കൊടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ആ ഭാഗത്തേക്കേ പോയില്ല. പിന്നെ റോഷൻ ചേട്ടനും വിനീതേട്ടനും എന്നോട് ഭയങ്കര പാവായിട്ടാണ് പെരുമാറുന്നത്. അത് ഞങ്ങൾ ഇന്റർവ്യൂവിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ വഴക്കിൽ പോയിട്ടില്ല. പക്ഷെ വഴക്കുണ്ടാക്കി ദേഷ്യപ്പെട്ട് നടന്നു പോകുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഭയങ്കര വഴക്കുണ്ടാക്കി. ഇവര് രണ്ടുപേരും ഇറിറ്റേറ്റ് ചെയ്യായിരുന്നു എനിക്ക് തോന്നുന്നു അല്ലേ ജോമോൾ? ഇവര് രണ്ടുപേരും പിരികേറ്റ് തരുമായിരുന്നു തോന്നുന്നു. നല്ല വഴക്കാണ്. സിനിമയിൽ ഇവരുടെ ഇൻട്രോ തന്നെ ഇപ്പൊ ചന്തു വീട്ടിലേക്ക് കയറി വരുമ്പോ ഇവർ രണ്ടുപേരും അടികൂടി കൊണ്ടുവരുന്നത്. ആക്ച്വലി എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അത് സീൻ ഇവർ അടിയാണ് അവസാനം പിടിച്ചു വെക്കേണ്ട അവസ്ഥയിലേക്ക് അഭിനയിക്കുകയാണെന്ന് പറയേണ്ടി വന്ന ഒരു അവസ്ഥ അന്ന് ഉണ്ടായിരുന്നു. അതെനിക്ക് ഓർമ്മയുണ്ട്. ജോ എങ്ങനെ വീട്ടില് നിങ്ങളെ പോറ്റിട്ടുണ്ടാവും? ഞാൻ ഒരു ബ്രദർ അല്ലേ, പയ്യന്റെ അവസ്ഥ. അയ്യോ അല്ല വീട്ടില് ഞാൻ അല്ല അത് ആക്ച്വലി പാവമാണ്. ഈ വെളിയിറങ്ങി പിള്ളേരോടെ ഉള്ളൂ ഉപദ്രവം. ഇവരുടെ അടുത്ത് മാത്രം ഇപ്പോഴാണ് അല്ല പിന്നെ എന്താ പറയാ ഒരു സ്വിച്ചിങ് നടക്കും. ഈ കുട്ടിക്കാലത്ത് അത്ര ഇതായവര് വലുതാകുമ്പോ അങ്ങനെ ആവണമെന്നില്ല. അല്ല അത് പറയാൻ പറ്റില്ല, നമുക്ക് അറിയില്ലല്ലോ. അത് ഹസ്ബൻഡിനോട് ചോദിച്ചാലേ അറിയുള്ളൂ. ഇപ്പൊ ബിയോൺ നേരത്തെ പറയുന്നുണ്ടായിരുന്നു ഈ കാലഘട്ടത്തില് സിനിമ ഇപ്പം നിങ്ങൾ സംവിധായകനായിട്ട് തന്നെ സിനിമയ്ക്ക് ഒരുപാട് തയ്യാറെടുപ്പുകൾ, ഇപ്പം ആക്ടിങ് വർക്ക്ഷോപ്പ് അങ്ങനെയൊക്കെ പലതും നടക്കുന്നുണ്ട്. അന്നത്തെ കാലത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ അതായത് ഇത്രയും ചെറിയ കുട്ടികളെ അഭിനയിപ്പിക്കാൻ ഒരു വലിയ ടാസ്ക് ആണല്ലോ. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ ഹരിയൻ സാറിന് വഴക്കുറയാൻ പറ്റില്ല, കാരണം പിണങ്ങി പോയെങ്കിൽ തീർന്നു. അപ്പൊ അന്ന് അങ്ങനെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? പറഞ്ഞു തന്ന കാര്യങ്ങളും ഇങ്ങനെ ചെയ്യണം അങ്ങനെ എന്തെങ്കിലും? അത് സാറ് ആ കാര്യത്തിൽ ഭയങ്കര മാസ്റ്ററാണ്. നന്നായിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് തരും. സാറിന്റെ എല്ലാ സിനിമകളിലും കണ്ടുകൂടെ, എല്ലാ ആക്ടേഴ്സും ഗംഭീര പെർഫോമൻസ്. കുട്ടനമ്പരാനായാലും അങ്ങനെ എല്ലാവരും. അപ്പൊ സാറിന്റെ ഒരു ക്രാഫ്റ്റ് ആണ്. പിന്നെ അത് മാത്രമല്ല എനിക്ക് തോന്നുന്നു ഇപ്പൊ വെൻ യു ടോക്കിംഗ് അബൌട്ട് ആക്ടിംഗ് സ്കൂൾസ്, പണ്ടത്തെ ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ അതൊരു യൂണിവേഴ്സിറ്റി. എനിക്ക് ഞാൻ എപ്പോഴും പറയുന്നത്, എനിക്ക് സിബി മലയിൽ സാറിന്റെ കൂടെ വർക്ക് ചെയ്ത സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു വർക്ക് ചെയ്യാൻ. കാരണം ഭയങ്കര സ്വീറ്റായിട്ട് പറഞ്ഞുതരാം. ഐ മീൻ പെർഫോം ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത്. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ആസ് എ ബിഗിനർ, നമുക്ക് ആ കാലഘട്ടത്തിൽ നമ്മൾ കുറേ പടങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ബിഗിനർ തന്നെ വിളിക്കാം. കാരണം നമ്മൾ ആക്ടിംഗ് സ്കൂളിലോ അല്ലെങ്കിൽ ഡ്രാമ അങ്ങനത്തെ സാധനങ്ങളിലൊന്നും ചെയ്യാതെ സിനിമ തന്നെയായിരുന്നു ഡയറക്റ്റ്ലി ഇൻ ടു. അപ്പോൾ ഇങ്ങനെ സിബി സാറൊക്കെ വന്നിട്ട് ഓരോ നമുക്ക് അന്നത്തെ ഓരോ ഡയറക്ടേഴ്സ് ഇപ്പൊ ഞാൻ ഇവരുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഇവരെല്ലാവരും ഓരോ രീതിയിലാണ് ആർട്ടിസ്റ്റിനെ ഹാൻഡിൽ ചെയ്യുന്നത്. പെർഫോം ചെയ്യിപ്പിക്കാനുള്ള അവർക്ക് അവരുടെ ടൂള് ഓരോരുത്തർക്കും ഓരോ രീതി തന്നെയായിരുന്നു. ഇപ്പോൾ സിദ്ദിഖ് സാറെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് സിദ്ദിഖ് സാറ് ടൈമിംഗ് പറഞ്ഞിട്ട് ചെയ്യുക. അപ്പോൾ ഇത്ര നീ മനസ്സിൽ ഇത്ര കൗണ്ട് ചെയ്യും, എന്നിട്ട് ഈ ഡയലോഗ് പറ, അങ്ങനെ പറയും. സിബി സാറാണെങ്കിൽ വേറെ
കുറച്ചും കൂടി ഇമോഷൻസ് ഇൻവോൾവ് ചെയ്തിട്ട് പറഞ്ഞുതരും. അങ്ങനെ ഓരോരോ സെറ്റ് ഓഫ് ഡയറക്ടേഴ്സിന് ഇപ്പൊ ഇപ്പോഴത്തെ ഡയറക്ടേഴ്സ് എന്നല്ല ഇവര് യൂസ് ചെയ്യുന്ന വേറെ രീതിയിൽ ഇപ്പോഴത്തെ ഇതിൽ കുറച്ചുകൂടെ ഫ്രീഡം ഉണ്ട്. ആക്ടറിന് കുറേ കൂടെ ലിബർട്ടി കിട്ടുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ സീൻ കൺസ്ട്രക്ട് ചെയ്യുന്നതായാലും ഇപ്പോൾ ഡയലോഗ്സ്. പണ്ട് അങ്ങനെയല്ല. പണ്ട് നമ്മൾ ആ എന്താണോ എഴുതിയിരിക്കുന്നത് അത് അങ്ങനെ തന്നെ പറയണം. പിന്നെ അതുപോലെ അന്ന് ലൈറ്റിംഗ് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ആക്ടറിൻ്റെ മൂവ്മെൻറ്റ് എല്ലാം ഓൾറെഡി പ്രീ സെറ്റ്ഡ് ആയിരിക്കും. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ അങ്ങോട്ടൊരു കളക്റ്റീവാണ് ശരിക്കും ഇപ്പോൾ സിനിമ ഉണ്ടാകുന്നത്. ശരിക്കും നിങ്ങളെ 4 പേരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഭാഗ്യമാണ്. കാരണം നിങ്ങളുടെ തീരെ ചെറിയ പ്രായം തൊട്ട് നിങ്ങൾ എല്ലാ പ്രായത്തിലും അഭിനയിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ മാരിയാണെങ്കിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം വന്നത് വാശിയിലാണെങ്കിൽ കൂടി എപ്പോഴും വിനീതിന് സിനിമ സംവിധാനം ചെയ്യുന്നു. അപ്പോൾ അതൊരു വലിയ ഭാഗ്യമായിട്ട് തോന്നിയില്ലേ? കാരണം ഇപ്പം മമ്മൂക്കയുടെ കാര്യം പറഞ്ഞാൽ ഇവർ രണ്ടുപേരും മമ്മൂക്കയുടെ കൂടെ എത്ര സിനിമകൾ അല്ലേ? മമ്മൂക്കയുടെ ചെറുപ്പകാലമായിട്ട് മമ്മൂക്കയുടെ കൂടെ. അപ്പം ശരിക്കും മമ്മൂക്കയുടെ ആ ഒരു ഡെഡിക്കേഷൻ നിങ്ങൾ കണ്ട് വളരുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് മമ്മൂക്കയുടെ കൂടെയുള്ള എക്സ്പീരിയൻസ് അന്നത്തെയും ഇന്നത്തെയും? നമ്മള് അല്ല, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. കാരണം മമ്മൂക്ക വരുമ്പോ സെറ്റ് മൊത്തം മാറും. ഭയങ്കര സൈലന്റ് ആവും. പിന്നെ കുട്ടിക്കാലല്ലേ, അപ്പൊ ആ പ്രായത്തിലൊന്നും മമ്മൂക്ക എന്ന് പറയുന്ന നടന്റെ ഒരു വലിപ്പമൊന്നും നമുക്കറിയില്ലല്ലോ, നമുക്കറിയില്ല. പക്ഷെ എന്നാലും ഇപ്പൊ നമ്മള് സ്കൂളിൽ മാസ്റ്റർ വരുമ്പോ എന്താ അവസ്ഥ ഉണ്ടാവുക, അത് എൻ്റെ ഉള്ളിൽ ഉണ്ടാവാറുണ്ടായിരുന്നു. അപ്പൊ നമ്മളെല്ലാം ഒന്ന് അലേർട്ട് ആവുക. അപ്പൊ അങ്ങനെ ഞാൻ വളരെ ദൂരത്തു നിന്നാണ്, കാരണം മമ്മൂക്കായിട്ട് കോമ്പിനേഷൻ ഇല്ലല്ലോ ആ പടത്തിൽ. അപ്പൊ ദൂരത്തു നിന്നാണ് ഞാൻ ആദ്യമായിട്ട് മമ്മൂക്കനെ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ സെറ്റിൽ മമ്മൂക്ക ഉള്ളപ്പോഴൊന്നും ഞങ്ങൾക്ക് വർക്കില്ല. അപ്പൊ ഞങ്ങൾ അവിടെ ഹോട്ടലിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കളരി പ്രാക്ടീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ടുപോകും. അപ്പം അന്ന് ദൂരത്തുനിന്ന് ഞാൻ കണ്ടതല്ലാതെ എനിക്ക് നമുക്ക് അടുത്തുനിന്ന് കാണാൻ പോലും പറ്റിയില്ല. പിന്നെ ഞാൻ കാണുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ സ്റ്റേറ്റ് അവാർഡ് ഉണ്ടായിരുന്നു വളർത്തുന്നതിലേക്ക്. അപ്പോൾ അതിൽ മമ്മൂക്ക എന്നെ ചേർത്ത് നിർത്തിയിട്ടുള്ള ഒരു ഫോട്ടോ ഇപ്പോഴും എൻ്റെ അതെനിക്ക് ഭയങ്കര ഫീലായിരുന്നു. അപ്പോഴാണ് മമ്മൂക്ക എന്നെ ആദ്യമായിട്ട് പിടിക്കുന്നത്. അല്ലെങ്കിൽ ഞാനും മമ്മൂക്ക ഒരുമിച്ച് ഉണ്ടായിട്ടില്ല, കോമ്പിനേഷൻ ഉണ്ടായിട്ടില്ല. പിന്നീട് ഞങ്ങൾ ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എവിടെയോ ഞാൻ വായിച്ചതാണ്, മമ്മൂക്ക പറഞ്ഞിട്ടാണ് കൊച്ചിയിലേക്ക്. പിന്നെ അങ്ങനെ എപ്പോഴെപ്പോഴും എനിക്ക്, കാരണം ഞാൻ എൻ്റെ സിനിമ ഞാൻ ഡയറക്ട് ചെയ്യുന്ന സിനിമയിലും തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ മമ്മൂക്കയെ കാണാറുണ്ട്, സംസാരിക്കാറുണ്ട് പറ്റുമ്പോഴൊക്കെ. അത് പിന്നീടുണ്ടാകുന്ന ഒരു ഗുരുത്ത്. ഞാൻ പറയുന്നത് വടക്കൻ വിരാത എന്ന് പറയുന്ന സെറ്റിലും മുദ്ര എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, അതിന് മുമ്പ് ഞാൻ അഭിനയിച്ചപ്പോഴും മുദ്രയിലൊന്നും ഞാൻ മമ്മൂക്കനെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. എൻ്റെത് വേറെ തന്നെ ഒരു സീൻ ആയതുകൊണ്ട്. പക്ഷെ നമ്മൾ ഇത് എപ്പോഴാണെന്നറിയാം നമുക്കിതൊക്കെ വാല്യുബിൾ ആവുന്നത്, നമ്മൾ പോയിട്ട് ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയുന്നത്, സ്കൂളിൽ ചെന്നിട്ട് പറയുമ്പോഴാണ്. കാരണം എൻ്റെ നാട്ടിൽ, ഞാനത് വേറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ നാട്ടിലൊരു ഇനോഗ്രേഷൻ മമ്മൂക്ക വരുന്നുണ്ടെന്ന് പറഞ്ഞ് നാട് മൊത്തം ഭയങ്കര ആഘോഷവും ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു. ഞാൻ അച്ഛനോട് ചെന്നിട്ട് ഞാൻ പറഞ്ഞു, അന്ന് ഞാൻ സിനിമയിൽ വന്നിട്ടൊന്നുമില്ല, ഞാൻ പറഞ്ഞു മമ്മൂട്ടി തന്നെ പറഞ്ഞു, മമ്മൂട്ടി വരുന്നുണ്ട്, അതിനെന്താ നല്ല കാണാൻ, എന്താ ഇത്ര കാണാൻ, നമ്മളെ പോലെ തന്നെ അല്ലേ. ശരി. പിന്നെ എൻ്റെ ആ ആഗ്രഹം കട്ടായി. പക്ഷെ 2 ദിവസം കഴിഞ്ഞിട്ട് ഈ പരിപാടി കഴിഞ്ഞ് വന്നതിന് അച്ഛൻ ഫോട്ടോഗ്രാഫറാ, പുള്ളി ഒറ്റക്ക് പോയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തോണ്ട് വന്നിട്ട് എന്നെ കാണിച്ചത്. അപ്പോൾ മമ്മൂക്ക് കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ട് ഞാൻ മമ്മൂക്ക അടുത്ത് പറഞ്ഞു ഈ കഥ. അന്ന് നമുക്ക് ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു, എനിക്ക് കാണാൻ പറ്റില്ലല്ലോ. പക്ഷെ അവിടെ നമുക്ക് ഇങ്ങനെ അഭിനയിക്കാനും അദ്ദേഹമായിട്ട് അത് നമുക്ക് ഭയങ്കര സന്തോഷം തോന്നിയിരുന്നു. ബിയോൺ ആണെങ്കിൽ മമ്മൂക്കയുടെ ചെറുപ്പകാലം ചെയ്തിട്ടുണ്ട്, പിന്നെ തസ്കരവീരിൽ കൂടെ അഭിനയിക്കേണ്ട. എങ്ങനെയാണ് മമ്മൂക്കയുടെ എക്സ്പീരിയൻസ്? എല്ലാവർക്കും മമ്മൂക്ക ഭയങ്കര ഒരു പേടിയുള്ളൊരു കഥാപാത്രമാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീങ് ആണ് പുള്ളി. കാരണം ഹീ സച്ച് എ കെയറിങ് ഹ്യൂമൻ ബീങ്. ഫസ്റ്റ് ഓഫ് ഓൾ ഉള്ളതുള്ള പോലെ പറയും, മുഖത്ത് നോക്കി പറയും. അതിൻ്റെതായിട്ടുള്ള ഈ പറയുന്ന സൈലൻസും കാര്യങ്ങളൊക്കെ സെറ്റുകളിൽ ഉണ്ടാവും. പക്ഷേ ഡീപ്പ് ഡൗൺ നമുക്കിപ്പം ശരിക്കും തസ്കരവീരം വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ഭയങ്കര പ്ലേഫുൾ ആയിരുന്നു. കാരണം ഞങ്ങൾ 3 ബോയ്സും പുള്ളിയായിരുന്നല്ലോ എപ്പോഴും ഉണ്ടായിരുന്നത്. അപ്പം എപ്പോഴും നമുക്ക് അങ്ങനത്തെ ഒരു ഫൺ ഓറിയൻറ്റഡ് പുള്ളി അന്നൊരു പുതിയ BMW എന്തോ എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് ഷൂട്ട് കഴിഞ്ഞിട്ട് പോകുന്ന വഴിക്ക് പുള്ളി നിങ്ങളെല്ലാവരും കയറിക്കോ, ഞാൻ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറയും. എന്നിട്ട് പുള്ളീനെ ആദ്യം കൊണ്ട് ഡ്രോപ്പ് ചെയ്യും, പിന്നെ ഞങ്ങളെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യും. അപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും ഭയങ്കര കംഫർട്ടബിളി നേരെ ചെന്ന് കണ്ട് മമ്മൂക്ക എന്ന് പറഞ്ഞ് സംസാരിക്കാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാറുള്ള ഒരാൾ ഇപ്പോഴും മമ്മൂക്ക തന്നെയാണ്. നമുക്കിടെ ആ ഒരു ഇമേജ് ഉണ്ടല്ലോ, അതായത് ആ പേടിപ്പിക്കുന്ന അല്ലെങ്കിൽ എല്ലാവരും പറയുന്ന അത് ഒരു ഷെല്ല് പോലെ, അല്ലെങ്കിൽ ഒരു ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മമ്മൂക്കയാണ് ഏറ്റവും ഈസി ആയിട്ട്. അതെ 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 അതെ. കാരണം ഇപ്പൊ ജോമോൾ എടുത്താലും അരയണങ്ങളുടെ വീട് അന്നേം എടുത്തിട്ട്, അന്ന് അരയണങ്ങളുടെ വീട് ചെയ്തപ്പോ ഇപ്പോഴും ഓർമ്മയുണ്ട്. അന്നൊന്നും കാരവൻ എന്ന് പറഞ്ഞ സംഭവം ഇല്ല. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ടാണ് ആഹാരം കഴിക്കുന്നത്. മമ്മൂക്കയാണെങ്കിലും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്നു. അപ്പോൾ മമ്മൂക്കയുടെ തോട്ടത്തിൽ നിന്ന് പഴം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊണ്ടുവരും, എല്ലാവരും കഴിക്കണം.
അത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. മമ്മൂക്ക എല്ലാവരും ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ടല്ലോ ആ വീട്ടില്. മുട്ട പുഴുങ്ങിയത് ബോയിൽഡ് എഗ്. അപ്പം മമ്മൂക്കയുടെ കുക്ക് ഉണ്ടാക്കി കൊണ്ടുവരും, എല്ലാവർക്കും മമ്മൂക്ക കൊടുക്കും. എനിക്ക് ബോയിൽഡ് എഗ്ഗിൽ എഗ് വൈറ്റ് ഇഷ്ടമല്ല. ആരെങ്കിലും വിശ്വസിക്കും? വിശ്വസിക്കും. ജോ ആയതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കും. ചിലപ്പോ തോട് മാത്രമേ എഗ് വൈറ്റ് ഇഷ്ടമല്ല. അപ്പൊ എനിക്ക് എന്താ യോക്ക് മാത്രമേ ഇഷ്ടമുള്ളൂ. നമുക്ക് വെച്ച് നമുക്കവിടെ കഴിക്കാൻ പറ്റില്ല എന്നെങ്ങനെയാ പറയാ? എഗ് വെച്ചിരിക്കുന്ന സാധനം കഴിക്കണം, അതാണ്. അപ്പം എഗ് വൈറ്റ് വെച്ചിട്ട് ഞാനിങ്ങനെ കഴിക്കാൻ പറ്റില്ല, കഴിക്കില്ലല്ലോ. പക്ഷെ മമ്മൂക്ക അപ്പൊ അത് കാരണം അന്ന് മമ്മൂക്ക ആരാണ്? മമ്മൂക്ക ആ ഒരു ഏജ് ആയല്ലോ, നമ്മുടെ 16-17 വയസ്സായപ്പോൾ നമുക്കപ്പോൾ നമ്മുടെ അപ്രോച്ച് മാറി. പണ്ടത്തെ വടക്കൻ വീരയുടെ അപ്രോച്ച് അല്ല ഇപ്പോൾ. അപ്പൊ ഇങ്ങനെ ഞാൻ വെച്ചത് എന്ത് പറ്റി മമ്മൂക്ക ഞാൻ എഗ് വൈറ്റ് കഴിക്കും. അത് പറഞ്ഞ പോരെ, എഗ് വൈറ്റ് ഞാൻ എടുത്തോളാം. പോരെ. പിന്നെ അത്ര ഈസിയാണ് ഈ പറഞ്ഞ ഫുഡൊക്കെ. ഇത്ര ആർട്ടിസ്റ്റ് ഞങ്ങൾ എല്ലാവരും ഡംഷറാട്സ്. പിന്നെ ഒരു കാര്യം, ഇപ്പോഴത്തെ ഞാൻ കംപ്ലൈന്റ് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ കാരവൻ സിസ്റ്റം ഇതൊക്കെ വരുമല്ലോ, അന്ന് അങ്ങനെ ഉണ്ടായിരുന്നില്ല. അന്ന് ഞാൻ പറഞ്ഞല്ലോ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ടാണ്. ചിലപ്പോൾ ചില വീടുകൾ ഒരു റൂമേ കിട്ടുന്നുണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ ഫീമെയിൽ ആർട്ടിസ്റ്റ് ഞങ്ങൾ എല്ലാവരും ഇരുന്ന് സംസാരിക്കാൻ, ഞങ്ങൾക്ക് കോസ്റ്റ്യൂം ചേഞ്ച് ഉണ്ടാവും. ഇവരെല്ലാവരും എഴുന്നേറ്റ് മാറിപ്പോവും. ഞങ്ങൾ ആ റൂമിൽ നിന്ന് കോസ്റ്റ്യൂം ചേഞ്ച് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവർ വന്നിരുന്ന് ഞങ്ങൾ എല്ലാവരും ഇരുന്ന് സംസാരിക്കും. സോ ദാറ്റ് ഈസ് ദ ബോണ്ടിങ് വി ഓൾ ഹാഡ് അന്ന്. നമ്മുടെ വീട്ടുകാര്യങ്ങൾ അറിയാം, അവരുടെ വീട്ടുകാര്യങ്ങൾ നമുക്കറിയാം, പേരൻസ് ആയിട്ട് അറിയാം. സോ ഇറ്റ് വാസ് ലൈക്ക് എ ഫാമിലി. എല്ലാവർക്കും എക്സ്പീരിയൻസ് ചെയ്യാനും ആലോചിക്കാം. നമുക്ക് നമ്മുടെ കൂടെ ഞങ്ങൾ എല്ലാവരും കളിച്ചിട്ടുണ്ട്. വേറൊരു ഫണ്ണി ആയിട്ടുള്ള കഥ ഉണ്ട്. ഈ തസ്കർ ഷൂട്ട് ചെയ്യുന്ന നമുക്ക് മമ്മൂട്ടി ഞങ്ങളാണല്ലോ. അപ്പോൾ എല്ലാ പ്രാവശ്യം രാവിലെ സെറ്റിൽ പുള്ളി ഉണ്ടാവും, പേപ്പർ വായിച്ചിരിക്കുന്നുണ്ടാവും. മമ്മൂട്ടി ഞങ്ങൾ ഗുഡ് മോർണിംഗ് പറഞ്ഞു പോകും. വേറെ കയറി മേക്കപ്പ്. അങ്ങനെ കുറേ കഴിഞ്ഞ സമയത്ത് ഒരു ദിവസം പറഞ്ഞു, നീ മമ്മൂട്ടി ഞങ്ങൾ എന്ന് പറയുന്നത് നിർത്തണം, മമ്മൂക്കാന്ന് വിളിച്ചാൽ മതി. പറഞ്ഞു ഓക്കെ ശരി എന്ന് പറഞ്ഞാൽ ഞാൻ പോയി. അടുത്ത ദിവസം രാവിലെ ഇതേപോലെ ഞാൻ കയറി വരുന്ന പുള്ളി പേപ്പർ വായിക്കുന്നു, മമ്മൂട്ടി ഞങ്ങൾ ഗുഡ് മോർണിംഗ്. എന്നോടല്ലടാ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ഒരു പ്രാവശ്യം അടിക്കാൻ ഓടിച്ചിട്ടുണ്ട്. അതാ പറഞ്ഞ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ടു അപ്രോച്ച്. ഇപ്പോഴാണെങ്കിലും പോയിട്ട് മമ്മൂക്കാന്ന് പോയി സംസാരിക്കാൻ പറ്റാവുന്ന ആ ഒരു ഈസിനെസ് ഉള്ള ഒരു ആർട്ടിസ്റ്റ് ഇപ്പോഴും മമ്മൂക്ക. ഇപ്പം നിങ്ങളെല്ലാവരും അന്നത്തെ ആ ഒരു അടുപ്പത്തിനെ കുറിച്ച്, ആ ഒരു ഫാമിലി ബോണ്ടിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഈ വടക്കൻ വീരഗാഥയിലെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട പലരും ഇന്നില്ല. പ്രഗത്ഭരായ സുമാരി അമ്മ പോലെ, ക്യാപ്റ്റൻ രാജ് സാറ് പോലെ, അങ്ങനെ ഒരുപാട് പേര്. എങ്ങനെ കാണുന്നു അന്നൊക്കെ നിങ്ങൾ ഇത്രയും കുട്ടികളാണ്, അവരൊക്കെ താരങ്ങളുമാണ്. അന്ന് എങ്ങനെയായിരുന്നു അന്നത്തെ ആ ഒരു ഓർമ്മകൾ ആ ഒരു സെറ്റില്? കാരണം ഇപ്പൊ പറഞ്ഞല്ലോ താലി വെക്കുമ്പോ സുമാരിയമ്മയാണ് കെട്ടിയെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങളേക്ക് എങ്ങനെയാണ് അന്ന് അവർ ട്രീറ്റ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞിട്ട്? കെയറിങ് ആയിരുന്നു സുകുമാരിയമ്മ. ഫുഡിന്റെ കാര്യത്തിലൊക്കെ, ഫുഡ് കഴിക്കാന്, ഫുഡ് കഴിപ്പിക്കാന്, നമ്മളിപ്പോ ഡ്രസ് ചെയ്ത് വരുമ്പോ നമ്മൾ ഒരുക്കി തരാൻ വലിയ ഇഷ്ടമാണ്. ഒരുപാട് ഓർണമെന്റ്സ് ഇല്ലേ ഒരുക്കി തരാന്, അതിൽ അഭിപ്രായം പറയാന്, ഐ മീൻ നമുക്ക് എങ്ങനെ സജഷൻസ് തരാന്, അതൊക്കെ എനിക്ക് സുകുമാരിയമ്മയെ കുറിച്ചുള്ള ശരിയാണ്. എനിക്ക് ഓർമ്മയുണ്ട് സുകുമാരിയമ്മ അവിടെ എല്ലാവരുടെയും ഐ മീൻ ലേഡീസിന്റെ കോസ്റ്റ്യൂംസ് അതെല്ലാം വളരെയധികം ശ്രദ്ധിക്കും. കാരണം എന്റെ ഓർമ്മ വെച്ചാൽ എനിക്ക് ആദ്യം ജോമോളുടെ അത്ര മാലയൊന്നും തന്നിരുന്നില്ല. എനിക്കത് ഓർമ്മയുണ്ട് സത്യം. അപ്പൊ എനിക്ക് ഒരു അറിഞ്ഞൂടാ. എനിക്ക് പക്ഷെ അത് പറഞ്ഞപ്പോ ഓർമ്മയുണ്ട്. എനിക്ക് കോസ്റ്റ്യൂമറിന്റെ റൂമിൽ പോയത് എനിക്ക് ഓർമ്മയുണ്ട്. കണ്ടില്ലേ? അപ്പൊ അത് ആര്യക്ക് വേണ്ടി മാറ്റി വെച്ചായിരുന്നു. എനിക്ക് ആക്ച്വലി ഒരു മാല ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ജോമോൾ നല്ല ആഭരണ വിഭൂഷിതയായിരിക്കുമ്പോൾ, പക്ഷെ എനിക്കങ്ങനെ പറയാനോ എനിക്ക് അങ്ങനെയൊന്നും എനിക്കറിയില്ല. അപ്പം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് സുകുമാരിയമ്മ പോയിട്ടാണ് ഈ കുട്ടിക്ക് കുറച്ചുകൂടെ മാല കൊടുക്കൂ എന്ന് പറഞ്ഞിട്ട് പിന്നെ അയാൾ വന്നിട്ട് വലിയൊരു മാല എനിക്കും കൂടി പൂവൊക്കെ വെച്ച് തന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അല്ല ഇങ്ങനത്തെ ഇത്രയും നല്ല ഓർമ്മകൾ ഉള്ളൊരു സിനിമ റീ റിലീസ് ചെയ്യുകയാണെന്ന് നിങ്ങളോട് പറഞ്ഞപ്പോ ആദ്യത്തെ ഒരു പ്രതികരണം എന്തായിരിക്കും നിങ്ങളുടെയൊക്കെ? ആദ്യത്തെ ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. രണ്ടാമത്തെ ഒരു ആൻസൈറ്റിയാണ്. ഇനി കാരണം നമ്മുടെ മക്കള് അന്ന് ഞങ്ങൾ അഭിനയിച്ച സമയം എന്ന് പറഞ്ഞാൽ 5 വയസ്സ് 6 വയസ്സ്. ഞങ്ങളുടെ മക്കൾ അതിനേക്കാളും പ്രായമുള്ള മക്കൾ അവരുടെ കൂടെ പോയിരുന്ന് ഇത് തന്നെ നമ്മൾ കാണുമല്ലോ. ഇപ്പൊ ആയിരിക്കും അതിനേക്കാളും വലിയ ആങ്സൈറ്റി ഈ ഇന്റർവ്യൂ ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ വീട്ടിലിരിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലാണ്. കാരണം മക്കളെ ഇനി വിടാൻ പോകുന്നില്ല. കാരണം ആദ്യം അല്ലല്ല സോറി എല്ലാവർക്കും അറിയാം. അല്ല അപ്പൊ അതുകൊണ്ട് ഇപ്പൊ പറഞ്ഞ പോലെ സിനിമ റിലീസിനേക്കാളും
വ്യൂ. സിനിമ റിലീസിനേക്കാളും ഇപ്പൊ എല്ലാവർക്കും അതെ ഇതിപ്പോ നമ്മൾ എന്ത് ചെയ്യും. അതുപോലെ ഞാൻ ചോദിക്കട്ടെ വിനീത്, അന്ന് കളരിപ്പയറ്റ് ചെയ്യുന്ന ഒരു രംഗയില്ലേ ബാലങ്കേ സാറോട്ട്, അത് നേരത്തെ പഠിച്ചിട്ടുണ്ടോ? അതോ ഞാൻ ഓൾറെഡി ഞാൻ മുമ്പ് ഞാൻ ഭരതനാട്യമായിരുന്നു. ക്ലാസിക്കൽ ഡാൻസ് പഠിച്ച സമയത്ത് ഫിസിക്കൽ പ്രാക്ടീസസ് ആയിട്ട് കുറെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കളരിയും ഞാൻ കുറച്ച് ബേസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ വടക്കൻ വീരാതക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് അവിടെ ട്രെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. സീരിയൻ കളി സത്യരംഗളായിരുന്നു. അവര് നമ്മളെ ട്രെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാലും എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, എന്നെ ഞാൻ കളരി ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ റോഷണം ചെയ്യുമ്പോൾ റോഷണം മാറ്റിയിട്ട് ബാലങ്കനാഥ് സാർ വന്നിട്ട് എൻ്റെ കൂടെ അത് എനിക്ക് ഇപ്പോഴും, കാരണം നമ്മളിങ്ങനെ വടി വെച്ചിട്ട് ഇടിക്കുകയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഭയങ്കര പവർഫുൾ അല്ലേ, നീട്ടായിരുന്നു. അപ്പൊ വടി അടിക്കുമ്പോ എനിക്ക് നിക്കില്ല എന്റെ കയ്യില്, മനസ്സിലായോ? അപ്പൊ എനിക്ക് വേദനിക്കുന്നുണ്ടായിരുന്നു. ആക്ച്വലി എനിക്ക് ആ സിനിമയില് കുറച്ചും കൂടെ കുറച്ചെങ്കിലും ഇന്റിമിഡേറ്റിംഗ് ഒരു പേടി തോന്നിയത് ബാലങ്കനാഥിലാണ്. ഓ ഭാഗ്യം, ഒരാളെടുത്തെങ്കിലും തോന്നിയതല്ലേ? അതൊന്നും അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഓടി അങ്ങോട്ട് ബാക്കിൽ പോയി നിന്ന്. ആ ഒരു പേടി കുറച്ച് കാലത്തേക്ക് മേഘനാഥൻ ചേട്ടനിലോട്ട് ഉണ്ടായിരുന്നു. മകനല്ലേ, ആ ഒരു ഉണ്ടായിരുന്നു. ആ സെറ്റിൽ അങ്ങനെ ഒത്തിരി നമുക്ക് ഓർക്കാൻ പറ്റും. ബിഹൈൻഡ് ദ സീൻസ് നമ്മൾ കുറെ ഇപ്പൊ പറഞ്ഞല്ലോ, നിങ്ങൾ ഈ ജോമോടെ ചട്ടമിത്രൊക്കെ പറഞ്ഞ പോലെ വേറെ എന്തെങ്കിലും കഥകളുണ്ടോ നമ്മൾ കാണാത്ത അറിയാത്ത? മെയിനായിട്ട് ഞാൻ കേട്ടോ എന്തൊക്കെയോ അങ്ങനെയല്ല, കുറെ ഉണ്ടാവും. നമുക്ക് ഇതിങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ ഇപ്പൊ ഒരാളൊരു സാധനം പറയുമ്പോഴാണ് ഇത് എന്താ പറയുക, നമ്മുടെ ഓർമ്മകൾ അങ്ങനെയല്ലേ കിടക്കുന്നത് അത്രയും. പക്ഷെ ചില സാധനങ്ങൾ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞപ്പോ കളരി എനിക്ക് അന്ന് വേദനിച്ചത് കൊണ്ടും അങ്ങനെ ചില ഞാൻ പറഞ്ഞില്ല, കല്യാണത്തിന്റെ ഓർമ്മ എന്ന് പറയുന്നത് നമ്മളന്ന് അത്രയും പേടിച്ചിരുന്നു. സ്കൂളിൽ ഈ സിനിമ വരലേ, സ്കൂളിൽ ചെന്നപ്പോൾ ഒരു എക്സ്പീരിയൻസ് അതൊക്കെ അങ്ങനെ. വിനീത് പറയും, വിനീതാണല്ലോ കല്യാണം കഴിച്ചാൽ പറയും. അല്ല സ്കൂളില് പക്ഷെ അന്നത്തെ ഒരു വലിയൊരു കോൺട്രാസ്റ്റ് എന്താ പറയുക, സ്കൂളിൽ ഞാൻ ടെറ. അതായത് അങ്ങനത്തെ ടെററല്ല, ഞാൻ പറഞ്ഞത് എന്റെ അടുത്ത് എന്നെ അങ്ങനെ ഭയങ്കര കളിയാക്കാൻ വരിക അങ്ങനെയൊന്നുമില്ല. ഞാനൊന്ന് സ്കൂൾ ലീഡറാണ്, ക്ലാസ് ലീഡറാണ്. അപ്പൊ പിന്നെ അപ്പൊ അങ്ങനെയൊക്കെ ഇച്ചിരി എനിക്ക് അവിടെ ഒരു സ്റ്റാർഡം ഉള്ളത് കൊണ്ടും പിന്നെ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് സ്കൂളില്. അപ്പൊ ആ ഫ്രണ്ട് സർക്കിളില് അന്നും ഇന്നത്തെ ഫ്രണ്ട് സർക്കിളിലായാലും എനിക്ക് അന്നത്തെ കൂട്ടുകാർ ഇപ്പോഴും ഉണ്ട്. എനിക്ക് ആ സ്കൂൾ ഗ്രൂപ്പ് ഇപ്പോഴും ഉണ്ട്. അവിടെയൊക്കെ ഞാൻ ഭയങ്കര കംഫർട്ടബിൾ. അപ്പൊ അവിടെ നമുക്കൊരു ആക്ടർ ഫീൽ ഇല്ല. അപ്പൊ അങ്ങനെ കളിയാക്കൂല എന്നാരും. പക്ഷെ എനിക്ക് പേടിയാന്ന് വെച്ചാൽ ഇത് കല്യാണമല്ലേ, അപ്പൊ ഇത് ആരെങ്കിലും ഇതെടുത്തിട്ട് പിന്നെ നമ്മൾ അതിന് വെച്ച് ട്രോളോ, അന്നത്തെ കാലത്ത് കളിയാക്കലാണ്. പക്ഷെ അത് ഉണ്ടായില്ല എനിക്ക്, അങ്ങനെ വലിയ അതൊന്നും പ്രശ്നം ഉണ്ടായില്ല. പക്ഷെ എന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാവുകയും ചെയ്തത്. കാരണം നമ്മള് ഫൈറ്റ് ചെയ്യുന്നു, അന്ന് കുട്ടിക്കാലത്ത് അങ്ങനെയാണല്ലോ ഫൈറ്റ്, പിന്നെ ആ സിനിമ, അങ്ങനെ ഓവറോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇപ്പോഴാണ് പേടിക്കുന്നത് അല്ലേ. അല്ല പക്ഷെ വിനീത് ഇത് റിലീസ് ചെയ്ത സമയത്ത് ഹൗ വാസ് ഇറ്റ്? ഐ ഡോണ്ട് റിമെമ്പർ. അതുകൊണ്ട് എനിക്ക് ഓർമ്മയില്ല. അതിന് ഷൂട്ടിന്റെ സമയത്തുള്ള കുറെ ഇൻസിഡൻസ് ആണ് അമ്പിളിയും കൂടെ വേണ്ടതായിരുന്നില്ലേ, കുറെ കൂടെ ഈ സിനിമയുടെ റീറിലീസിനോട് താങ്കൾക്ക് എന്താ ഏകദേശം തീരുമാനം? അതുപോലെ തന്നെ സിനിമയിൽ നിങ്ങൾക്ക് ആർക്കും ഡയലോഗ് ഇല്ല. വിനീതിന്റെ കഥാപാത്രം പോകുന്നത് പോലും മമ്മൂക്കയുടെ വോയിസ് ഓവറിലാണ്. അതൊരു വല്ലാത്ത ഫീലല്ലേ. അത് ഞാൻ പറഞ്ഞില്ല, ആ ക്യാരക്ടറിനെ ആക്ച്വലി ആളുകളുടെ മനസ്സിലേക്ക് നിർത്തുന്നത് തന്നെ ഈ ചന്തുവിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത് കുട്ടിക്കാലമാണ്. അപ്പൊ ആ കുട്ടിക്കാലം അത്രയും ഇമ്പാക്ട്ഫുൾ ആയത് എം.ടി. സാറിന്റെ മനോഹരമായിട്ടുള്ള വോയിസ് ഓവറാണ് അതിന് മുകളിൽ കിടക്കുന്നത്, ഡയലോഗ്സ്. അതില് മമ്മൂക്ക് അത്രയും ഇമോട്ട് ചെയ്തിട്ടാണ് അത് പറഞ്ഞിട്ടുള്ളത്. പിന്നെന്ത് വേണം? ആര്യ ഈ സിനിമയിലെ ഏതെങ്കിലും ഒരു പാട്ടിന്റെ രണ്ടുപേരും പാടുമല്ലോ? കുട്ടിക്കാലത്തെ ഏതെങ്കിലും? അയ്യോ എല്ലാരും കൂടെ പാടാം, അതല്ലേ അതിന്റെ രസം. പക്ഷെ അങ്ങനെ ഒരു പാട്ടുണ്ടോ എല്ലാരും കൂടെ പാടാൻ പറ്റിയ? മറ്റേ ഉണ്ണിഗണപതി ആ പാട്ടിന്റെ കോറസ് അത് ഞങ്ങൾ എല്ലാവരും പാടാം. അയ്യോ ആരെങ്കിലും എന്റെ കൂടെ പാടൂ, ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ? ഏതാ പാടാൻ പോണേ? ഏത് പാട്ടാന്ന് ആലോചിക്കുന്നത്? അതില് തന്നെ ഏതാണ് പറഞ്ഞത്? അല്ലെങ്കിൽ നീ അതിന്റെ വടക്കം പാട്ട് പഠിക്കോ? അവിടെ നിന്നല്ലേ
ആ യാ യാ അന്നായിരുന്നെങ്കിൽ ഞാൻ പാടിയ അതിനകത്തുള്ള ഏതെങ്കിലും പാട്ട് പാടും. പിന്നെ ഈ ചന്ദ്രനെ സ്വന്തം ചൂടിയത് അതന്നെ പിന്നെ വേറെ ഉണ്ടല്ലോ. കളരി വിളക്ക് പുഴ തരും. കടന്ന് പോകുന്ന കളരി കളരി വിളക്ക്. വിളക്ക് ശരിയാണ്. അത്രയ്ക്ക് അറിയില്ല കേട്ടോ. രണ്ട് കളരി വിളക്കു തെളിഞ്ഞതാണോ, കുന്നമരം പൂത്തുലഞ്ഞതാണോ, മാനത്തു നിങ്ങാനും വന്നതാണോ, മാനത്തു നിങ്ങാനും വന്നതാണോ, പൂത്തുലഞ്ഞതാണോ. എന്റെ പൊന്നേ, ആ മുഖം ഒന്ന് നോക്കൂ. മമ്മൂക്കയുടെ ചെറുപ്പകാലം അഭിനയിച്ച രണ്ടുപേരുണ്ട്. ആരാണ് ചന്തുവിന്റെ ഡയലോഗ് പറയുന്നത്? അതുകൂടെ പറഞ്ഞിട്ട് നിർത്താം. അമ്പിളി ഉണ്ടായിരുന്നു പറഞ്ഞത്. അമ്പടി നേരത്തെ തന്നെയാണ് നല്ല സാധനം വന്നു പോയി. അമ്പിളിന്റെ കോടതിയിൽ മുഴുവൻ കേസ് വാദിക്കുന്ന dialogue വെച്ചിട്ടാ. ചന്തുവിനെ തോൽപ്പിക്കാൻ കാരണം ചന്ദൂര് ട്യൂഷൻ ഉണ്ടായിരുന്നു. അതൊരു ക്ലാസിക് ഡയലോഗ്. പറഞ്ഞോ, ആരാ പറയുന്നത്? പറഞ്ഞു പറഞ്ഞു. പറഞ്ഞോ. പറഞ്ഞു ഞാൻ എത്രയോ പിള്ളേരുടെ ഹൃദയം തകർത്ത് ചന്തു അല്ല അതിലെ അതിലെ ചെറുപ്പകാലം തന്നെയല്ലേ ഡൂ ദാറ്റ് കമോൺ. അങ്ങോട്ട് ഇട്ടു കൊടുത്തു. ഈ രൂപത്തിന് അത് നന്നായി ആ ഒന്നുമില്ല പോലെ ക്യാമറ നോക്കി ഇങ്ങോട്ട് ഇങ്ങോട്ട് ക്യാമറ പറഞ്ഞു പറഞ്ഞു. എനിക്ക് ഡയലോഗ്സ് ഒന്നും എനിക്ക് ഒന്നാമത് എം ടി സാറിന്റെ ഡയലോഗ്സ് ആണ്. അത് തെറ്റി കഴിഞ്ഞാൽ അല്ലല്ല ഇത് മാത്രം എന്താ പറഞ്ഞേ ചന്ദ്രനെ തോൽപ്പിക്കാവുന്ന മക്കളെ പറഞ്ഞാൽ മതി. ക്യാമറ നോക്കി പറഞ്ഞു. ചന്തുവിനെ തോൽപ്പിക്കാൻ ആവില്ല മക്കളെ. പിന്നെന്തോ ഒരു അതാ പറഞ്ഞ അത് പിന്നെ എനിക്ക് മക്കളെന്ന് പറഞ്ഞു. ചന്തുവിനെ തോൽപ്പിക്കാൻ ആവില്ല മക്കളെ. അപ്പം അന്നത്തെ പോലെ തന്നെ സിനിമ വീണ്ടും ഒരു വലിയ വിജയമാകട്ടെ. ദേവദൂതൻ ഇറങ്ങി ഭയങ്കര കിടിലായിട്ട് വന്നു. അപ്പം അടുത്ത ഹിറ്റ് വടക്കൻ വീരഗാഥയാണ്. കിങ് ഓഫ് റീ റിലീസ്. എന്തായാലും ഒരുപാട് സന്തോഷം. വിനീത്, ജോമോൾ, ബിയോൺ, ആര്യ. സിനിമ ഒരു വലിയ വിജയമാകട്ടെ. വീണ്ടും നിങ്ങളുടെ സിനിമകൾ റീ റിലീസിനായി നമ്മൾ ഇങ്ങനെ കണ്ടുമുട്ടാമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.